നമസ്കാരം. കാലത്തിന്റെ ചക്രവർത്തിയായ പ്രകൃതിയിൽ മഴ അലിഞ്ഞുചേരുന്ന ഒരു കർക്കടകം കൂടി വന്നെത്തുന്നു. നമുക്കിത് ആത്മശുദ്ധീകരണത്തിനായി പ്രകൃതിയൊരുക്കുന്ന ഒരു പുണ്യകാലമാണ്. ഈ തണുത്ത കാറ്റിൽ ഇരമ്പിയൊഴുകുന്ന നദിക്കരകളിൽ എവിടെയോ ഒരു രാമനാമം ഉണരുകയാണ്. ശ്രീരാമ രാമ രാമ, ശ്രീരാമചന്ദ്ര ജയ. ഈ മന്ത്രം ഓരോ വീടുകളിലും മുഴങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു തീർത്ഥയാത്രയ്ക്കൊരുങ്ങുകയാണ്. ദശരഥപുത്രന്മാരെ ഒരു ദിവസം തന്നെ ദർശിച്ച് പുണ്യം നേടുന്ന നാലമ്പല യാത്ര. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, പരസ്പര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും പ്രതീകങ്ങളായ ആ 4 സഹോദരന്മാരെ ഒരേ ദിവസം തൊഴുതുണരുമ്പോൾ ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും കുടുംബസൗഖ്യവും ദൈവാനുഗ്രഹവും ഭക്തന്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുമെന്നാണ് വിശ്വാസം. കേരളക്കരയിൽ പലയിടത്തും നാലമ്പല ദർശന വഴികളുണ്ട്. എന്നാൽ പ്രകൃതി ഭംഗിയും പുരാവൃത്തങ്ങളും ചരിത്രവും ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ തിളങ്ങുന്ന ഇതുപോലെയൊരു തീർത്ഥയാത്ര വിരളമാണ്. അതാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനം. പിറവത്തിനും രാമമംഗലത്തിനും മധ്യേയുള്ള ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് വെറുമൊരു വഴിയിലൂടെയല്ല, മറിച്ച് രാമായണത്തിലെ കാവ്യസുന്ദരമായ മുഹൂർത്തങ്ങൾ ജീവശ്വാസമായി മാറിയ ഒരു പുണ്യഭൂമിയിലൂടെയാണ്. ഈ മണ്ണിലെ ഓരോ സ്ഥലനാമത്തിനും പിന്നിൽ കാലം കാത്തുവച്ച വിസ്മയിപ്പിക്കുന്ന ചില കഥകളുണ്ട്. ഈ യാത്രയുടെ തുടക്കം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ സന്നിധിയിൽ നിന്നാണ്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കിഴക്കോട്ട് ദർശനമായി വട്ടശ്രീകോവിലിൽ കുടികൊള്ളുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. രാവണന്റെ മാതുലനായ മാരീചൻ പൊന്മാന്റെ രൂപം ധരിച്ച് സീതാദേവിയെ മോഹിപ്പിച്ച കഥ നാം എല്ലാവരും അറിയുന്നതാണ്. ആ മായാമാനെ പിന്തുടർന്ന ശ്രീരാമൻ ഒടുവിൽ തന്റെ അസ്ത്രം പ്രയോഗിച്ചു. ആ അമ്പേറ്റ മാരീചൻ മലർന്നു വീണ പ്രദേശമാണ് ഇന്നത്തെ മാമലശ്ശേരി എന്നാണ് ഐതിഹ്യം. മാൻ മലർന്നു വീണ ചേരി പിന്നീട് മാൻമലച്ചേരിയെന്നും കാലക്രമേണ മാമലശ്ശേരിയെന്നും അറിയപ്പെട്ടു. മാനിന്റെ മേൽഭാഗം തെറിച്ചു വീണ സ്ഥലം മേംമുറിയെന്നും കീഴ്ഭാഗം പതിച്ചിടം കീഴ്മുറിയെന്നും അറിയപ്പെട്ടു. സീതാരാമന്മാരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മായാമാൻ തുള്ളിക്കളിച്ച പാടശേഖരം ഇന്നും മാനാടി എന്ന പേരിൽ ഈ പ്രദേശത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. വനവാസകാലത്ത് അയോധ്യയിലെ രാജകീയ സുഖങ്ങൾ നഷ്ടപ്പെട്ട സീതാരാമന്മാർക്ക് ദാമ്പത്യ സൗഖ്യത്തിന്റെ ശാന്ത നിമിഷങ്ങൾ ലഭിച്ച മണ്ണാണിതെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പ്രദേശം ആദ്യം ശ്രീരാമമംഗലമെന്നും പിന്നീട് രാമമംഗലമെന്നും അറിയപ്പെട്ടു. ഇവിടുത്തെ പുലർക്കാല പൂജകൾക്കും ഒരു സവിശേഷതയുണ്ട്. മേൽശാന്തി നദിയിൽ സ്നാനം കഴിഞ്ഞുകൊണ്ടുവരുന്ന ഒരു കുടം പുഴവെള്ളം കൊണ്ടാണ് ആദ്യത്തെ അമന്ത്രാഭിഷേകം നിർവഹിക്കുന്നത്. ഭഗവാന് പ്രിയപ്പെട്ട പാലഭിഷേകവും പാൽപായസവും ചതുശ്ശതവും 12 നമസ്കാരവും സമർപ്പിക്കുമ്പോൾ ഭക്തന്റെ മനസ്സിലെ സകല ദുഃഖങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തായി വടക്കുഭാഗത്ത് നദീമുഖമായി ഭദ്രകാളിയും സമീപത്ത് ദുർഗാദേവിയും ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു. ശ്രീരാമചന്ദ്രനെ വണങ്ങി ഇനി നമ്മുടെ യാത്ര ജ്യേഷ്ഠസ്നേഹത്തിന്റെ ഉദാത്ത പ്രതീകമായ ഭരതസ്വാമിയുടെ സന്നിധിയിലേക്കാണ്. മാമലശ്ശേരിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മേൻമുറി ഭരതപ്പിള്ളി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ജ്യേഷ്ഠനായ ശ്രീരാമന്റെ വനവാസ വാർത്തയറിഞ്ഞ് ദുഃഖിതനായ ഭരതൻ അദ്ദേഹത്തെ തിരികെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സൈന്യസമേതം വനത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ യാത്രാമധ്യേ വനത്തിനുള്ളിൽ വച്ച് സൈന്യത്തിൽ നിന്ന് ഭരതൻ ഒറ്റപ്പെട്ടു. ആ പവിത്ര സ്ഥാനമാണ് ഇന്നത്തെ ഭരതപ്പിള്ളി എന്നതാണ് ഐതിഹ്യം. രാജകീയ പ്രൗഢത്തോടെ പടിഞ്ഞാറോട്ട് ദർശനം നൽകി അനുഗ്രഹിക്കുന്ന ഭരതസ്വാമിയെ തൊഴുതു നിൽക്കുമ്പോൾ സഹോദര സ്നേഹത്തിന്റെ ആഴം നമ്മുടെ മനസ്സിനെയും സ്പർശിക്കും. അകപ്രദക്ഷിണ വഴിയിൽ ഗണപതിയും ശിവനും ഹനുമാനും ഭക്തരെ അനുഗ്രഹിക്കുന്നു. പുറത്തെ ചുറ്റമ്പലത്തിൽ ലക്ഷ്മണസ്വാമിയുടെ സാന്നിധ്യവും ഭക്തർക്ക് ദർശിക്കാം. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ നെയ്വിളക്കിലും കദളിപ്പഴ നിവേദ്യത്തിനും പ്രത്യേക സ്ഥാനമുണ്ട്. കുടുംബത്തിലെ ഐക്യവും പരസ്പര സ്നേഹവും വർദ്ധിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് അനേകം ഭക്തർ ഈ വഴിപാടുകൾ നടത്തുന്നത്.
നാലമ്പല തീർത്ഥാടനത്തിലെ മൂന്നാമത്തെ പുണ്യസങ്കേതം, ശ്രീരാമന്റെ നിഴലായും കാവലായും ജീവിച്ച ലക്ഷ്മണസ്വാമിയുടെ സന്നിധി, മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. തിരുമൂഴിക്കുളത്ത് നിന്ന് ശീവേലി ബിംബമായി എഴുന്നള്ളിയ ലക്ഷ്മണസ്വാമി ശീലകം പൂണ്ട തീർത്ഥസ്ഥാനമാണിത്. മഹാഭക്തനായ കരിമലക്കോട്ട് മൂസതിന്റെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാന്റെ ശീവേലി ബിംബം ആദ്യം എഴുന്നള്ളിയത് അദ്ദേഹത്തിന്റെ ഗൃഹത്തിലായിരുന്നു. ആ ഗൃഹമാണ് പിന്നീട് ക്ഷേത്രത്തിന്റെ കൊട്ടാരമായി മാറിയത്. കാലക്രമേണ ലക്ഷ്മണസ്വാമിയുടെ സങ്കേതം ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രൗഢക്ഷേത്രമായി തീർന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്ന ശ്രീകോവിലിനോട് ചേർന്ന് ഗണപതിയും സുബ്രഹ്മണ്യനും ഹനുമാനും ഭക്തരെ അനുഗ്രഹിക്കുന്നു. പുറത്തെ പ്രദക്ഷിണ വഴിയിൽ ശിവപാർവതിമാരും അഭിമുഖമായി ശാസ്താവും ഭക്തരെ അനുഗ്രഹിക്കുന്നു. പിഴിഞ്ഞുപായസവും പാൽപായസവും ലക്ഷ്മണസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളായി കണക്കാക്കപ്പെടുന്നു. ഇനി നമ്മുടെ യാത്ര അയോധ്യയിലെ നാലാമത്തെ കുമാരനെ കാണാനാണ്. ശാന്തതയുടെയും നിശബ്ദ സേവനത്തിന്റെയും പ്രതീകമായ നെടുങ്ങാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ജ്യേഷ്ഠനെ തേടി വനത്തിലൂടെ സഞ്ചരിച്ച ശത്രുഘ്നൻ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഒരു നെടിയ കാട്ടിലെത്തി. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ നെടുങ്കാട്ട് തേവർ എന്ന പേരിൽ ആരാധിച്ചു. കരിക്കഭിഷേകവും തുളസിമാലയും പാലഭിഷേകവും സമർപ്പിച്ച് ഭഗവാനെ വണങ്ങുമ്പോൾ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും അകലട്ടെ എന്നാണ് ഭക്തരുടെ പ്രാർത്ഥന. ശത്രുദോഷങ്ങൾ മാറുന്നതിനായിട്ടുള്ള ഇവിടുത്തെ ചക്രവഴിപാട് അതിവിശേഷമാണ്. കർക്കിടക മാസത്തിലെ ഒരു പുലർക്കാലത്ത് ആരംഭിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപായി ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തന്റെ മനസ്സിനും ശരീരത്തിനും പുതു ഊർജം പകരുന്ന അനുഭവമാണ്. ഭക്തിയുടെയും പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും അപൂർവ സംഗമമാണ് എറണാകുളം നാലമ്പല ദർശനം. നേരിട്ടെത്താൻ കഴിയാത്ത ഭക്തർക്കും ക്ഷേത്രസമിതികൾ വഴിപാടുകൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഈ വീഡിയോയുടെ വിവരണത്തിലും സ്ക്രീനിലും നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിലും നാളിലും വഴിപാടുകൾ മുൻകൂറി ബുക്ക് ചെയ്യാവുന്നതാണ്. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്ത് അവസാനിക്കില്ല, അവ നമ്മുടെ ഉള്ളിൽ തുടരും. എറണാകുളം നാലമ്പല ദർശനവും അങ്ങനെയൊരു അനുഭവമാണ്. ഈ കർക്കിടകത്തിൽ മഴ നനഞ്ഞ ഈ പുണ്യഭൂമിയിലേക്ക്, രാമായണത്തിന്റെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്ന ഈ പുണ്യക്ഷേത്രങ്ങളിലേക്ക് നമുക്കും യാത്ര തിരിക്കാം. ഒരുപക്ഷേ ഓരോ ഭക്തന്റെയും മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. ഈ വർഷം നമ്മളും എറണാകുളം നാലമ്പല ദർശനത്തിന് പോകണം.